أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله العلي العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രോഗികളായി കഴിയുന്ന ഉമ്മമാര്, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫാ നസീബാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ ഒരു വേനൽക്കാല വെക്കേഷൻ കാലഘട്ടത്തിലാണുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളും +2 കഴിഞ്ഞ കുട്ടികളുമൊക്കെ ഇനി അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് കോഴ്സ്, ഏത് സബ്ജക്റ്റ് ഒക്കെ എടുക്കണം എന്നൊക്കെ വളരെ ശക്തമായ ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നാം ആലോചിക്കുമ്പോൾ സത്യവിശ്വാസി എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതിക ലോകത്തെ സുസ്ഥിരമായ നമ്മുടെ മക്കളുടെ ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നമ്മൾ എടുക്കാറുള്ളത്. മറ്റു വാക്യം പറഞ്ഞാൽ, ആ തീരുമാനം എടുക്കുമ്പോൾ നാം മുന്നിൽ കാണേണ്ട ആത്യന്തികമായ ലക്ഷ്യം, ടാർഗറ്റ് എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ്. ഭൗതികം, അഭൗതികം, അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം എന്നൊന്നുമില്ല. അങ്ങനെ സമൂഹം രണ്ടായി തിരിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഒന്നേ ഉള്ളൂ. അറിവ് തന്നെയാണ്. ആ അറിവ് അല്ലാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് എങ്കിൽ ഏത് അറിവും എന്ന് പറഞ്ഞ അറിവിൽപ്പെടുന്നതാണ്. നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ അറിവുണ്ടല്ലോ. അറിവിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ് വായന. ആ വായന സംഭവിക്കേണ്ടത് എന്തും വായിക്കാം, പഠിക്കാം, അറിയാം, മനസ്സിലാക്കാം. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന ശ്രേണികളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതിനാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ പോലും വായിക്കുക എന്ന നിർദ്ദേശത്തോട് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നാം ആലോചിക്കണം. ഇന്ന് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നൂറ്റാണ്ടെന്ന് പറയുന്നത്. ഒരു തലമുറയാണ്, ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിൽ 20-25 വയസ്സ് പ്രായമുള്ള മക്കൾ, കുട്ടികൾ, യുവാക്കൾ, യുവതികൾ എത്രയോ നല്ല എക്സ്പെരിമെന്റുകൾ അവർ നടത്തിയിട്ടുണ്ട്. സ്പോർട്സ് മേഖലകളിൽ മികച്ച പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച കോണ്ടന്റ് ക്രിയേറ്റേഴ്സായി അവർ മാറിയിട്ടുണ്ട്. അക്കാഡമിക്സ് മേഖലകളിലും അതല്ലാത്ത മേഖലകളിലും അവരുടെ കഴിവും അവരുടെ പ്രാഗൽഭ്യവും അവർ തെളിയിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മികവ് പുലർത്തുന്ന
ഒരു തലമുറയെ, ഒരു ജൻസി യുവാക്കളെ, യുവതികളെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം പലപ്പോഴും ഈ തലമുറ നശിച്ചു പോയിരിക്കുന്നു എന്ന് പരിതപിക്കുമ്പോഴും അങ്ങനല്ലാത്ത മക്കളുണ്ട്, അങ്ങനല്ലാത്ത യുവതി യുവാക്കളുണ്ട്. ഈ ഭൗതിക ലോകത്തിന്റെ സുഖാഡംബരങ്ങളിൽ കുടുങ്ങാതെ അവർ ഭൗതികമായ ലക്ഷ്യങ്ങളിൽ അചഞ്ചലമായി ഉറച്ചു നിന്ന്, നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ 20 വയസ്സൊക്കെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ 2000 മുമ്പ് 20 വയസ്സ് പ്രായമുള്ള ഒരാൾ നേടാത്തത് 20 വയസ്സും 25 വയസ്സും പ്രായമുള്ള മക്കൾ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സാധ്യതകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ, വിരൽത്തുമ്പിൽ വിജ്ഞാനം വിരസുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ജീവിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കാണാനുണ്ട്, അറിയാനുണ്ട് എന്നത് നാം വിസ്മരിച്ചുകൂടാ എന്നുള്ളതാണ്. വിദ്യാഭ്യാസം നമ്മുടെ മക്കളെ സാംസ്കാരികമായി വളർത്തുന്നതിന്റെ ചില തെളിവുകൾ പോലും നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസം കൊണ്ട്, അറിവ് കൊണ്ട് സംസ്കാരം കൈവരിച്ച മക്കളെയും ജാതി മത ഭേദമന്യേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പ്രശ്നങ്ങളില്ലാതിരുന്ന വലിയ പ്രശ്നമായിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്ക് പ്രശ്നമല്ല. നമ്മുടെ വാപ്പമാരും വല്യപ്പമാരും ഒക്കെ കാലങ്ങളോളം കേസ് പറഞ്ഞത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്നത്തെ ഇനിയുള്ള തലമുറയിലെ കുട്ടികളെ അതിന് കിട്ടുകയില്ല. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയൊന്നും അവര് അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കാത്ത, അസ്വസ്ഥതകൾ സൃഷ്ടിക്കാത്ത, സ്വന്തം കരിയറിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു തലമുറയെ നാം കാണേണ്ടത് പ്രതീക്ഷയോടുകൂടിയാണ്. നാളത്തെ പ്രതീക്ഷകളാണ് അവർ എന്നതാണ് പറഞ്ഞത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ പ്രശ്നമായി കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്താണ്? എത്ര കാലമാണ് എത്രയോ കുടുംബങ്ങൾ അതിര് തർക്കങ്ങളുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കോടതികൾ കയറിയിറങ്ങി 20-25 വർഷവും എന്നിട്ട് കിട്ടുന്നതോ ആ 25 വർഷം അവൻ മര്യാദയിലൊന്ന് പണിയെടുത്തിരുന്നുവെങ്കിൽ, അതൊന്ന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ എന്ന് നാം ആലോചിക്കുമാണ്. അത്തരം സമയങ്ങളിൽ സമയം പാഴാക്കാൻ ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള, പഠിപ്പുള്ള മക്കളെ, ജൻസി കുട്ടികളെ ലഭിക്കുകയില്ല എന്നതിന് ഈ കാലം സാക്ഷിയാണ്. അപ്പൊ എത്ര വലിയ മാറ്റമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച്. നമ്മുടെ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളായിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ നാം ചില കാര്യങ്ങൾ പ്രശ്നമല്ല എന്ന് അവഗണിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നത്തെ കുട്ടികൾക്ക് വലിയ പ്രശ്നവുമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്ന, സ്വയത്തമാക്കുന്ന സംസ്കാരത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു മനുഷ്യന്റെ സ്വകാര്യത വിലപ്പെട്ടതാണ് എന്ന പ്രായോഗികമായി അത് നടപ്പാക്കുന്ന ഒരു സമൂഹം നമുക്ക് കാണാൻ കഴിയുക വ്യാപകമായി ഈ തലമുറയിലെ കുട്ടികളിലാണ്. ഒരു വ്യക്തിക്ക് സ്വകാര്യതയുണ്ടെന്ന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലാപ്ടോപ്പിലോ മൊബൈലിലോ എന്തെങ്കിലും അതിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വിവരമുള്ള, പഠിപ്പുള്ള, ഇന്നത്തെ തലമുറയിലെ മൂല്യങ്ങൾ, വിദ്യാഭ്യാസത്തിലൂടെ ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട മൂല്യങ്ങൾ അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അടുത്തുണ്ടെങ്കിൽ മണിക്കൂറുകളോളം കഴിഞ്ഞാൽ പോലും നമ്മുടെ ലാപ്ടോപ്പിലേക്കോ നമ്മുടെ മൊബൈലിലേക്കോ അവരുടെ കണ്ണ് വായിക്കുകയില്ല എന്നുള്ളതാണ്. അത് വലിയ കുറ്റമാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ, അത് വിദ്യാഭ്യാസത്തിലൂടെ ഈ സമൂഹം ആർജിച്ചെടുക്കുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായന എന്ന് പറഞ്ഞാൽ കേവലമായ വായനയല്ല, ഒരു ദർശനത്തിലൂന്നിയ വായന, ഒരു സംസ്കാരത്തിലൂന്നിയ വായന. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാഥന്റെ തിരുനാമത്തിലുള്ള വായന. അതുപോലെ ഇന്നത്തെ തലമുറ ആർജിച്ചെടുത്തിരിക്കുന്ന മറ്റൊരു സവിശേഷതയാണ് സ്വയം പര്യാപ്തത. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, സർക്കാർ ജോലികൾ വേണ്ട കുട്ടികൾക്ക്, സ്വന്തമായി സ്റ്റാർട്ടപ്പുകളും ബ്രാൻഡുകളും ഡെവലപ്പ് ചെയ്ത് 20 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ തുടങ്ങിയിരിക്കുന്ന സംരംഭങ്ങൾ കണ്ടാൽ, കേട്ടാൽ ഇന്നത്തെ ലോകത്തിന്റെ സാധ്യതകൾ വെറും ഗെയിമിലും വിനോദങ്ങളിലും ഉല്ലാസങ്ങളിലും തീർക്കാതെ
എത്ര കാര്യക്ഷമമായി അവർ അത് ഉപയോഗിച്ചു എന്നതിന്റെ തെളിവാണ്. അങ്ങനെ ഒരു തലമുറയിലും അങ്ങനെ ഒരു ജനറേഷനെയുമാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറക്കാതെ തന്നെ നാം ഒരു കാര്യം കൂടെ പറയണം. ഇതിന്റെ ഒരു മറുപുറമുണ്ട്. ഈ വിദ്യാഭ്യാസം കൊണ്ട് നാം ആർജിക്കേണ്ട സംസ്കാരം ലഭിക്കാത്ത വലിയൊരു തലമുറയും മറുഭാഗത്ത് നാം കാണുന്നു. ഇത്രയും സാധ്യതകളുള്ള ലോകത്തെ അറിയാനും പഠിക്കാനും ഡയലോഗുകൾക്കും ചർച്ചകൾക്കും ഖണ്ഡനമണ്ഡലങ്ങൾക്കും എല്ലാം അവസരമുള്ള ഒരു സമകാലിക സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാതെ അറിയാതെ ഏതോ ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി മാഫിയകൾ വിലസുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിലല്ലേ? അതെങ്ങനെയാണ്? സാക്ഷര കേരളത്തിലല്ലേ ഇത്രമാത്രം ലഹരിയുടെ പ്രശ്നങ്ങളും വേട്ടകളും നടന്നുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ നാം തകരുകയാണോ വളരുകയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നമ്മുടെ മക്കളുണ്ട്. മുസ്ലിം സമൂഹത്തിൽ മദ്രസയിൽ പഠിച്ച, പ്രഭാഷണങ്ങൾ കേട്ട, ജുമുഅകളിൽ പങ്കെടുത്ത, ചിട്ടയായ ജീവിതത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട മക്കൾ അവർ കൂടൊഴിഞ്ഞു പോകുന്നു. SSLC +2 ഒക്കെ കഴിഞ്ഞിട്ട് സ്വന്തം നാടുകളിൽ എത്താൻ നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമില്ലാതെ പല നഗരങ്ങളിലേക്ക് ചേക്കേറുമ്പോ, വിദേശങ്ങളിലേക്ക് നാട് വിട്ടു പോകുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങളുണ്ട്. അവിടെയാണ് നാം ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ സംശയിക്കേണ്ടി വരുന്നത്. എന്താണ് പ്രശ്നം? എന്തിനാണ് കുറവ്? എന്ത് പറ്റിയിരിക്കുന്നു? ലഹരി മാഫിയകൾ വിലസും, ആൺപെൺ സൗഹൃദങ്ങൾ അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീയും പുരുഷനും ഇസ്ലാമികമായും സാമൂഹികമായും പുലർത്തേണ്ട മര്യാദകളില്ലേ? ഒരു പെൺകുട്ടിയുടെ തോളിൽ ആൺകുട്ടിയുടെ കൈ സ്പർശിക്കുന്നതിന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതിന് സാമൂഹികമായും മതപരമായുമുള്ള മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം തലതിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് എന്നതിനെ പറ്റിയും കൂടെയുള്ള ഒരു ഗൗരവമായ ആലോചനയാണ്. എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്നതോ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതോ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതോ പ്രശ്നമാണ് എന്നല്ല. അവിടെയും ജീവിക്കുന്ന ചില മുത്തഖീങ്ങളുണ്ട്, സൂക്ഷ്മതയുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെക്കാളും ഇവരെയാണ് മുത്തഖീങ്ങൾ എന്ന് വിളിക്കേണ്ടത്. ഈ ഹറാമിയത്തിന്റെ, ഈ അശ്ലീലതയുടെ, ഈ അധാർമികതയുടെ, ഈ അരാജകത്വത്തിന്റെ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ മദ്യചഷകങ്ങളുമായി സുഹൃത്തുക്കൾ സമീപിക്കുമ്പോൾ അതിന് നോ എന്ന് പറയാൻ കരുത്തുള്ള ഈമാനുള്ള മുത്തഖീങ്ങൾ 20-25 വയസ്സുള്ള കുട്ടികളെ, നിസ്കാരം നിലനിർത്തുന്ന മക്കളുണ്ട്. അവരെ നിയന്ത്രിക്കാൻ മാതാപിതാക്കളൊന്നുമില്ല. ആരുടെയും നിയന്ത്രണത്തിലല്ലാഞ്ഞിട്ടുകൂടെ അവർ അവരുടെ സ്വന്തത്തെ നിയന്ത്രിച്ചത് എങ്ങനെ എന്ന് പഠിക്കുമ്പോഴാണ് നാം അത്ഭുതപ്പെടുന്നത്. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ മസ്തിഷ്കത്തിലേക്ക് തഖ്വ എങ്ങനെയാണ് അലിഞ്ഞു ചേർന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അവരൊരു കൂട്ടം ചുറുചുറുക്കുള്ള യുവാക്കളാണ്. എന്താണ് അവരുടെ യോഗ്യത? ആമനൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ ഉറച്ചു വിശ്വസിച്ചു. അവരുടെ ഈമാൻ ഏത് അനുകൂല പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും, നിങ്ങൾ എത്ര ആൺപെൺ സൗഹൃദങ്ങളുടെ അരുതായ്മകൾ മെനഞ്ഞെടുത്താലും ആ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളില്ല. ഞാൻ വിദ്യാഭ്യാസം ചെയ്യാൻ വന്നതാണ്, എന്റെ ലക്ഷ്യം പഠിക്കലാണ്, അത് കഴിഞ്ഞ് എന്റെ നാട്ടിലേക്ക് പോകേണ്ടതാണ്, സമൂഹത്തിന് എന്റെ വിദ്യാഭ്യാസം കൊണ്ട് ഉപകാരം ഉണ്ടാകേണ്ടതാണ്, ഞാൻ പഠിച്ചത് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്, എന്റെ സമൂഹത്തിന്, എന്റെ മതത്തിന്, എന്റെ കുടുംബത്തിന്, എന്റെ ജനതയ്ക്ക്. അങ്ങനെ എത്ര മക്കൾ അവരല്ലേ മുത്തഖീങ്ങൾ എന്ന് പറയുക, അവരല്ലേ തഖ്വയുള്ളവർ എന്ന് പറയുക. പാപങ്ങളുടെ അനന്തമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആ സാഹചര്യങ്ങളോട് കണ്ണടച്ച് ജീവിക്കുന്ന യുവാക്കളെ, യുവതികളെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ സംഭവം പരിശുദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും.
അതിൽ ഒരു വിഭാഗം ഒരാള് ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പ്രാർത്ഥന കൊണ്ടാണ്. അല്ലാഹുവേ, ഒരു ദുർബല സാഹചര്യത്തിൽ ഞാൻ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി അരുതാത്ത ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടപ്പോൾ ആ സഹോദരി, ആ സ്ത്രീ എന്നോട് പറഞ്ഞു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അല്ലാഹ് എന്ന വാക്കുകേട്ട് ഞാൻ ആ തിന്മയിൽ നിന്ന് പിന്മാറി പടച്ചവനെ, ആ തിന്മയിൽ നിന്ന് പിന്മാറിയത് നിന്റെ പൊരുത്തത്തിനെയും നിന്റെ തൃപ്തിയും മുൻനിർത്തിയാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരണം. ആ ദുആ അല്ലാഹു സ്വീകരിച്ചുവെന്നും ആ ചെറുപ്പക്കാരെ ആ ഗുഹയുടെ അകത്ത് നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയെന്നും പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒന്നല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാഹചര്യങ്ങളുടെ നടുവിൽ ഈമാനോടെ തഖ്വയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമുക്ക് മാതൃകയാണ്. നമ്മുടെ മക്കൾ അത്തരത്തിലാണോ അല്ലയോ എന്ന് നാം ഗൗരവമായി ഒന്ന് ആലോചിക്കണേ. ആ തഖ്വയും ആ വിശ്വാസവും അവർക്ക് ലഭിക്കുന്നുണ്ടോ? സ്വമേധയാ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം അവരുടെ കയ്യിലുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എന്തിനാണ് വിദ്യാഭ്യാസം? എന്തിനാണ് വിദ്യാഭ്യാസം? നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല ശമ്പളം, സുഭിക്ഷമായി ജീവിക്കാനാണോ വിദ്യാഭ്യാസം? അതല്ല വിദ്യാഭ്യാസം. അതിനാണോ വിദ്യാഭ്യാസം? അല്ല. പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള മാനുഷിക മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അത് പരിപോഷിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസമല്ല. അതിനാണ് ഇഖ്റ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഇത് അല്ലാഹുവിന്റെ കലാമിൽ പറയുന്നത് മാത്രമാണോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടില്ലേ? ആരാ പറയാം? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. നെൽസൺ മണ്ടേല ലോകത്തെ മാറ്റിമറിക്കാൻ, അതായത് നാം പഠിക്കുന്ന അറിവുണ്ടല്ലോ, ഈ അറിവ് 4 ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് നമ്മളെ പര്യാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം. അങ്ങനെ അല്ലെങ്കിൽ മനുഷ്യനെ അത് നശിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എപ്സ്റ്റീൻ ഫയലുകൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു എപ്സ്റ്റീൻ എങ്ങനെ രൂപപ്പെട്ടു? വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ആ രംഗത്തെ പ്രാഗൽഭ്യം ലോകത്തെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നതിന്, എത്ര പെൺകുരുന്നുകളുടെ ജീവിതം അപഹരിക്കുന്നതിന്, എത്രയോ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിന്, ലോകത്ത് നടന്ന പല രക്തച്ചൊലിച്ചിലുകളുടെയും രക്തരൂക്ഷിതമായ അന്തരീക്ഷങ്ങളുടെയും പിന്നിൽ ഒരു എപ്സ്റ്റീൻ ഉണ്ടായിരുന്നു എന്നല്ലേ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്തിനേക്കാൾ മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ ഒരാളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും, ഒരാളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും മികച്ച ഗുണങ്ങളെ പുറത്തെടുക്കുന്നതിനെയാണ് ഞാൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. വെറും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന്റെ പേരല്ല, നമ്മളിലെ ഗുണങ്ങൾ, മൂല്യങ്ങൾ പുറത്തു വരുന്നതിന്റെ പേര്. ഐൻസ്റ്റീൻ പറഞ്ഞത് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞാലും ബാക്കി ഉണ്ടാകുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു കഴിഞ്ഞു, ഇൻഫർമേഷൻ ഒക്കെ പോയി നമ്മുടെ തലയിൽ. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ഒരു മാനവികതയില്ലേ, ഒരു കാരുണ്യമില്ലേ, ഒരു സ്നേഹമില്ലേ? അതിന് പറയുന്ന പേരാണ് വിദ്യാഭ്യാസം എന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അറിവ് നേടുക എന്നത് കേവലം വിവരങ്ങൾ ശേഖരിക്കലല്ല, മറിച്ച് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരലാണ്. പ്രവർത്തിക്കാത്ത അറിവ് ഭ്രാന്താണ്, അറിവില്ലാത്ത പ്രവൃത്തി ശൂന്യവുമാണ്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു യൗവന കാലഘട്ടം അല്ലെങ്കിൽ ഒരു ചെറുപ്പ കാലഘട്ടത്തിന്റെ വലിയൊരു കാലഘട്ടം വിദ്യാർത്ഥിയായി ചെലവഴിച്ച് അദ്ദേഹം പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതി സൂക്ഷിച്ച്
പേപ്പറുകൾ ശേഖരിച്ച് നോട്ട്ബുക്കുകളിലാക്കി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ ബാഗ് കൊള്ള സംഘം കൊള്ളയടിക്കപ്പെട്ടു പോയി. അന്ന് അങ്ങനെയാണ്, ഒരാൾക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ്. കൊള്ളയടിച്ചു കൊള്ള സംഘം. അദ്ദേഹം ആ കൊള്ള സംഘത്തോട് പറഞ്ഞു, എന്റെ ഭക്ഷണമുണ്ട്, അത് നിങ്ങൾ എനിക്ക് തരണ്ട. അതിനകത്തോട് എന്റെ വസ്ത്രമുണ്ട്, എനിക്ക് കൊടുക്കാനുള്ളതാണ്, അതും വേണ്ട. അങ്ങോട്ട് തുടർന്ന് എനിക്ക് പോകാനുള്ള പൈസയും അതിനകത്ത്, അത് നിങ്ങൾ എനിക്ക് തരണ്ട. പക്ഷേ ഞാൻ ശേഖരിച്ച അറിവുകളുടെ പേപ്പറുകൾ, ആ പേപ്പറെങ്കിലും എനിക്കൊന്ന് തന്നു. ഇപ്പൊ കൊള്ളത്തലവനായ അയാള് ആ കൊള്ള സംഘത്തിന്റെ നേതാവ് ഇമാം ഖസാനിയോട് പറഞ്ഞു, ഒരു കൊള്ളക്കാരൻ കവർന്നു കൊണ്ടുപോയാൽ തകർന്നു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ് നിങ്ങളുടെ അറിവെങ്കിൽ നിങ്ങൾ പഠിച്ചത് അറിവല്ല എന്ന്. ഇമാം ഖസാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിന്റെ ദിശ നിർണയിച്ച ഒരു ചോദ്യമായിരുന്നു അത്. ശരിയാണല്ലോ. അദ്ദേഹം അറിവിനെ സ്വയത്തമാക്കാൻ തുടങ്ങിയത് അവിടെയാണ്. അറിവിനെ ആവാഹിക്കാൻ തുടങ്ങിയത് അവിടെയാണ്. ജീവിതത്തിലേക്കും മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും ആവാഹിക്കാൻ, അറിവിനെ ആകർഷിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് എന്ന് അദ്ദേഹത്തിന്. ഇമാം ഖസാനി എന്ന് ലോകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രതിഭയെ സൃഷ്ടിച്ചത് ആ ചോദ്യത്തിൽ നിന്നാണ്. കേവലം അതുകൊണ്ടാണ് അദ്ദേഹവും പറയുന്നത്, എന്താ പറഞ്ഞത്? അറിവ് എന്ന് പറഞ്ഞാൽ കേവലം വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ പേരല്ല. അറിവ് നേടുക എന്നത് കേവലം വിവരങ്ങൾ ശേഖരിക്കലല്ല, മറിച്ച് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരലാണ്. പ്രവർത്തിക്കാത്ത അറിവ് ഭ്രാന്താണ്, അറിവില്ലാത്ത പ്രവൃത്തി ശൂന്യവും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് നാം കൈവരിക്കേണ്ടത് മൂല്യങ്ങളാണ്, ധാർമ്മികതയാണ്, സദാചാരമാണ്, നന്മയാണ്, മുതിർന്നവരെ ആദരിക്കാനുള്ള മനോഭാവമാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള മനോഭാവമാണ്, ഗുരുക്കന്മാരെ കേൾക്കാനുള്ള മനോഭാവമാണ്. ആ അറിവ് നമ്മുടെ മക്കൾ അത് നേടുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അവർക്ക് എന്തെല്ലാം ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാലും, എന്തെല്ലാം റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അറിവിലൂടെ ആർജിക്കേണ്ടത് വിനയമാണ്. വിനയം. വിദ്യാഭ്യാസം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ക്വാളിറ്റി വിനയമാണ്. അറബിയിൽ പ്രശസ്തമായ ഒരു കവിതയുണ്ട്, ബസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാദിഅൻ മിഖദാർ അസ്ഖാലിഹാ. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു, അറിവിന്റെ കനം കൂടുന്തോറും, അറിവിന്റെ ഭാരം എന്ന് പറയുന്നത്, അറിവ് വർദ്ധിക്കും തോറും, യംശി ബിഹാ, അറിവുള്ളവൻ നടന്നു പോകുന്നത്, ഖാദിഅൻ, വിനയാന്വിതമായിട്ടാണ്, മിഖ്ദാർ അസ്ഖാലിഹ, അതിന്റെ ഭാരങ്ങളുടെ അളവ് എത്രയാണോ. മനുഷ്യൻ അറിവ് സ്വയത്തമാക്കുന്തോറും അവൻ അറിയുന്ന വലിയൊരു സത്യമുണ്ട്, അവൻ അറിയില്ല എന്ന സത്യം. പഠിച്ചോളി, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, ഇതെല്ലാം പഠിക്കാൻ ആരൊക്കെ ഇതെല്ലാം പഠിച്ചു, നമ്മൾ എവിടെ നിൽക്കുകയാണ്. അറിവ് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും നാൾ മനസ്സിലായി, ഞാൻ ആരുമില്ല, എല്ലാമയാണ്, ഞാൻ മഹാസംഭവമാണ്, എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത ചോർന്നു പോകും. നമുക്കൊന്നും അറിയില്ല എന്നതിലേക്ക് നാം വരും. ഞാൻ പഠിക്കേണ്ടതുണ്ട്, ഞാൻ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ഓരോ അറിവുകളും, ഞാൻ മനസ്സിലാക്കിയ ബോധ്യങ്ങളും അത് പരിശോധിച്ചു കൊണ്ടിരിക്കും. യഥാർത്ഥ അറിവുള്ളവൻ മാവ് പോലെ, മാങ്ങ പൂക്കും തോറും അതിന്റെ ശിഖരങ്ങൾ താഴുന്നത് പോലെ, അറിവുള്ളവൻ അറിവിന്റെ കനം കൂടുന്തോറും അവൻ വിനയാന്വിതനായി മാറും. നമ്മുടെ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ വിനയം? മൂല്യങ്ങൾ പറഞ്ഞു നോക്കേ. എന്തിനാണ് മക്കളെ ഇതൊക്കെ എന്ന് ചോദിച്ചു നോക്കേ. എന്തിനാണ് ഈ കൂട്ടുകെട്ട്? എന്തിനാണ് ഈ ഒരു ദുരാചാരം? എന്തിനാണ് ഇങ്ങനെ അധാർമികതയുടെ വഴിയിലേക്ക് പോകുന്നത്? അപ്പോൾ എന്തു പറയും? സദാചാര പോലീസ് സമയല്ലേ എന്ന് ഉദ്ദേശിച്ചു. ആരോടാണ്? മാതാപിതാക്കളോട്, വല്യുപ്പനോട്, വല്യുമ്മയോട്. പോയി വിനയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള മക്കൾ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിനയമാണ് ഏറ്റവും അറിവിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം.
മുതിർന്നവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളും അങ്ങനെയുള്ളവരായി മാറണം. നമ്മളും അങ്ങനെയുള്ളവരാണ്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ആദരിക്കുന്ന ഒരു സ്വഭാവം, അവരുടെ മേൽ കുതിര കയറുന്ന ഒരു സ്വഭാവമല്ല. അതാണ് നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ലഭിച്ചതെങ്കിൽ അവരും അങ്ങനെയാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമ്പോഴും താങ്കൾ അതിൽ നിഷ്ഠയുള്ളവനാകണം. നാം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന റോളുകൾ എന്തൊക്കെ റോളുകളാണ്? വാപ്പ എന്ന രൂപത്തിൽ, അധ്യാപകൻ എന്ന രൂപത്തിൽ, സുഹൃത്ത് എന്ന രൂപത്തിൽ, ബോസ്, എന്തെല്ലാം റോളുകൾ ജീവിതത്തിൽ വഹിക്കുന്നവരാണ് നമ്മൾ. ഓരോ റോളിലും എന്താണ് സംസ്കാരം എന്ന് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും മികച്ച പിതാവാകുന്നത് എപ്പോൾ? ഏറ്റവും മികച്ച അധ്യാപകനാകുന്നത് എപ്പോൾ? ഏറ്റവും മികച്ച സുഹൃത്താകുന്നത് എപ്പോൾ? ഇത് പഠിക്കുകയും ഇത് മനസ്സിലാക്കുകയും ഇത് ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സന്തോഷവും അർത്ഥവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ഈ മൂല്യം, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മൂല്യം. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. നമ്മളിൽപ്പെട്ടവനല്ല മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ. മുതിർന്നവർ പറയുന്നത് അങ്ങനെ തന്നെ കേൾക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ ചെവി കൊടുക്കണ്ടേ? ഉണ്ട് പറയുന്നതിൽ കാര്യമുണ്ടോ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ. നമ്മളിൽ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പുണ്യ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഇസ്ലാമിലെ മുസ്ലിമിനെ ചേർന്നതല്ല, സംസ്കാര ശൂന്യതയാണ്. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്ത് കാര്യം തലമുതിർന്ന ആളുകൾ പറയട്ടെ, പക്ഷെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. അവിടെയാണ് അവരുടെ അറിവ് പ്രയോജനപ്പെടുന്നത്. മറ്റൊരു ഹദീസ് കൂടെ കേൾക്കാം, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം. ഇസ്ലാമിലായി ജനിച്ച് ജീവിച്ചു വളർന്ന നരബാധിച്ച ഒരു മനുഷ്യനെ ആദരിക്കാൻ പകർന്നു കൊടുക്കുന്ന നമ്മുടെ അല്ലാഹു നമ്മുടെ കുട്ടികളെ നന്നാക്കി പെരുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ അവര് നല്ല കുട്ടികളാണ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, അവര് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്, വളരെ പ്രതീക്ഷയുള്ളവരാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ തലമുറയിൽ 20 വയസ്സുള്ള 2000 മുമ്പ് 20 വയസ്സുള്ള ഒരാൾ നേടാത്ത നേട്ടങ്ങൾ ഇന്നത്തെ തലമുറയിലെ 20-25 വയസ്സുള്ള കുട്ടികൾ നേടുമെന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെറിയൊരു മാറ്റം മതി. വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു മാറ്റം. അവരുടെ ദിശ ഒന്ന് നിർണയിച്ചു കൊടുത്താൽ മതി, അവരുടെ സഞ്ചാരപഥം എന്ത് എന്നൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നവരാണ്. എന്തിനാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലഘട്ടം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ സാംസ്കാരിക മേഖല അധപ്പതിക്കുന്ന രൂപത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നമ്മളോ നമ്മുടെ കുട്ടികളോ എത്തിപ്പെടാതെ സൂക്ഷിക്കണം എന്നാണ് ഇത്തരുണത്തിൽ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ. അവർക്ക് പകർന്നു കൊടുക്കേണ്ട ആത്മീയമായ മൂല്യങ്ങൾ അവരുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിക്കണം. ഓരോ ദിവസവും പണ്ട് മദ്രസയിൽ പഠിച്ചു എന്നുള്ളതല്ല, ഓരോ ദിവസവും പരിവർത്തിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ഉള്ളിലെ ആത്മീയത എന്ന്. ഒരു ദിവസം ബ്രഷ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം ബ്രഷ് ചെയ്യേണ്ട, ബ്രഷ് ചെയ്ത് എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നു, നാളെ ഞാൻ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ ആളുകൾക്ക് അടുത്ത് നിൽക്കാൻ പറ്റുമോ? എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ റൂഹിനെ എല്ലാ ദിവസവും പരിപോഷിപ്പിക്കണം. അല്ലാഹുവുമായി ബന്ധം വേണം, നമസ്കരിക്കുന്ന ഒരു തലമുറയാകണം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ഇസ്രായേലി സമൂഹത്തിന്റെ നാശം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ആ വാപ്പമാര് കൊടുത്ത മക്കളുടെ പ്രശ്നം എന്താണെന്നറിയുമോ? പ്രശ്നം തുടങ്ങിയത് അല്ലാഹു സ്വലാത്ത്, നിസ്കാരം പഴക്കം, വത്തബഉ ഷഹവാത്ത്. ആന്തോനിവാസികൾ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നല്ല സാലറി വാങ്ങണം, നല്ല സുഖിച്ച് ജീവിക്കണം, അതിൽ കവിന് വേറൊരു ലക്ഷ്യം ഉണ്ടാവില്ല. ലക്ഷ്യത്തെ നിർണയിക്കണം, ദിശ എന്താണ്, മാർഗം എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്.
എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഈ മക്കൾ നാളെ ഭാരമായി മാറും. അല്ലാഹുവിനോട് പറയും, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലുന സബീല. അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ വാപ്പാരെ വല്യപ്പന്മാരെ ഒക്കെയാണ് അനുസരിച്ചത്, അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ രണ്ടിരട്ടി ഈ മാതാപിതാക്കൾക്കും ഈ ഗുരുക്കന്മാർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ മക്കൾ മാറിയാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഓരോ മനുഷ്യനും അവർ വഹിക്കുന്ന റോളുകളിൽ വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നാം മറന്നു പോകരുത്. അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാകണം, അത് ഈമാനിൽ അധിഷ്ഠിതമാകണം. എന്തെല്ലാം നേടിയാലും നമ്മുടെ മക്കൾക്ക് ഖുർആനുമായി ബന്ധമുണ്ടാകണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടാകണം. ലോകത്ത് പിന്തുടരപ്പെടാൻ ഏറ്റവും കൂടുതൽ അർഹരായ മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യത്തിലാണ് പുണ്യ റസൂലിനെ നമുക്ക് മാതൃകയല്ല എന്ന് പറയാൻ? ഏത് കാര്യത്തിലാണ്? ആ ഹബീബിനെ നെഞ്ചോട് അണച്ചു പിടിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.